നിസാരമായ കാരണമാകട്ടെ, അല്ല ഏറ്റവും വലിയ കടുപ്പമുള്ള കാരണമാകട്ടെ, എന്റെ തന്നെ ആകാശം ചുവട്ടിലും ഭൂമി മേലെയാകൂന്ന് വന്നാൽ പോലും കള്ളം പറയാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? കള്ളം പറയുന്ന സമയത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമുക്ക് കാവൽ നൽകേണ്ട റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ കള്ളം പറഞ്ഞാൽ അതിന്റെ നാറ്റം കൊണ്ട് പരിസരത്തു നിന്ന് ഓടിക്കളയുമെന്ന് പറഞ്ഞതാര? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, വയല് കേൾക്കുന്ന ഉമ്മമാരെ, വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, എത്ര തന്നെ നിസാരമാകട്ടെ, എത്ര തന്നെ പ്രയാസമുള്ളതാകട്ടെ, വലൗകാന മുറാ, എത്ര കൈപ്പുള്ളതാണെങ്കിലും കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. കാരണം എന്താണെന്നറിയോ? അത് മുനാഫിഖീങ്ങളെ അടയാളമാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുനാഫിഖീങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്നറിയോ? നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ളതാണെങ്കിലും വിശ്വാസികളെ കളവ് പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. മുത്തഖീങ്ങളുടെ അടയാളമാണ് സിദ്ഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന സ്വഭാവമാണ്.